വിദ്യാരംഭ മാഷ്ടർ ഒരു കഥ എന്ന് പറഞ്ഞത്, ഒരു പാട്ടുകാരൻ ഇങ്ങനെ സ്റ്റേജിലേക്ക് പാടാൻ വരികയാണ്, ഗാനമേള തുടങ്ങാൻ പോകുന്നു. മാസ്റ്റർ മുന്നിൽ ഇങ്ങനെ അക്ഷമനായിട്ടിരിക്കുകയാണ്, ഇപ്പം തുടങ്ങുന്നുമില്ല. മാസ്റ്റർ തിരക്കാണ്, എപ്പോഴും ഇങ്ങനെ ബിസിയായിട്ട് ഓടി നടക്കുന്ന ആളാണ്. മാസ്റ്റർ ഇങ്ങനെ അസ്വസ്ഥനാകുന്നു, ഇത് തുടങ്ങുന്നില്ല. അപ്പോൾ പുറകിൽ നിന്നൊരു പാട്ടുകാരൻ നടന്നു വരിക, നല്ല ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നൊട്ടേഷൻ സ്റ്റാൻഡ് വയ്ക്കുന്നു, ബുക്ക് കൊണ്ടുവന്ന് വെച്ചു, മൈക്കൊക്കെ എടുത്തിട്ട് നിൽക്കുന്നു. അപ്പം മാസ്റ്റർ വിട്ടുന്ന അടുത്ത ആളോട്, ഇതുവരെ എല്ലാം അസലായി, ഇനിയാ പ്രശ്നം, അത് പാടുന്നതാണ് പ്രശ്നം. ഇത്ര നേരം എല്ലാം ഗംഭീരമായി, വേഷം കൊള്ളാം, ആ നടന്ന് വരവ് കൊള്ളാം, എല്ലാം കൊള്ളാം, പക്ഷെ പാട്ട് തുടങ്ങുമ്പോൾ പിന്നെ അങ്ങോട്ട് പ്രശ്നം എന്നുള്ള അല്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും മാസ്റ്റർ അടുത്തറിയാവുന്നവർക്ക് അതിനകത്തുള്ള ഒരു ഹ്യൂമർ പിടിയിട്ടുള്ളൂ. അതാണ് ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ഇനി പാട്ട് പാടാം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ, എൻ്റെ കരൾ കുമ്പിളിൻ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചിന്താമരേ. അപ്പൊ ഈ പാട്ട് നിങ്ങൾ ആര് പാടിയാലും അതിനകത്തൊക്കെ ഒരു MJ നമുക്ക് കാണാം. 100% ഉണ്ട്. അത് മാത്രമല്ല, ജയൻ ചേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയൻ ചേട്ടൻ്റെ ഒരു സങ്കല്പം, അദ്ദേഹം ഓരോ പാട്ടിനെയും സമീപിക്കുന്നത് വളരെ പേഴ്സണലൈസ് ചെയ്തിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, അദ്ദേഹം എന്ന പാട്ടുകാരൻ തന്നെയാണ് ഈ പാട്ടുകളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അത് ആര് പാടിയാലും അദ്ദേഹം അത് കുറച്ച് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പാടുമ്പോൾ തേരനന തേരനന എന്ന് പാടി, തേരനന തേരനന, ഇത് ഞാനൊരു 50-60 ടേക്ക് പാടിയിട്ടുണ്ട് റെക്കോർഡിങ്. അദ്ദേഹത്തിന് തൃപ്തിയാവുന്നില്ല. അപ്പം ജയൻ ചേട്ടൻ പാടുന്ന കുറച്ചുകൂടി തേരനന തേരനന പാടുന്നത്, അപ്പോൾ തേരനന തേരനന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടും ജയൻ ചേട്ടൻ. അപ്പം ഞാനത് മനസ്സിൽ വെച്ച് പാടിയിട്ടും എനിക്കത് കുറേ സമയം പാടുമ്പോഴും ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം ജയൻ ചേട്ടൻ പറഞ്ഞു, അത് മാത്രം ശരിയാവുന്നില്ല, ബാക്കി പാട്ടൊക്കെ അതൊരു കാര്യം ചെയ്യാം, അത് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വിടുമെന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കും. അപ്പം അവസാനം ചേട്ടാ ഒരു പ്രാവശ്യം കൂടെ നോക്കാം ഒന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനപ്പം മനസ്സിൽ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ട് ജയൻ ചേട്ടൻ പാടുന്നതായിട്ടങ്ങ് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ബോഡിയിൽ എന്നെ കാണുന്നില്ല, ഞാൻ വോയിസ് ബൂത്തിലാണ്, ഞാൻ അദ്ദേഹം പാടുന്ന പോലെ തന്നെ ആക്ട് ചെയ്തിട്ടങ്ങ് പാടി. പാട്ടേക്ക് ഓക്കെ. അങ്ങനെ ചില സംഗതികളുണ്ടല്ലേ? അല്ല, എല്ലാ പാട്ടിനും കൊണ്ടുവരാനുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പാടിയ എല്ലാ പാട്ടിനകത്തും എൻ്റെ ശബ്ദമുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ശൈലിയും ഈവൻ ഓരോ അക്ഷരങ്ങൾ പറയുന്നതിൽ, ഇപ്പം ചെന്താമര ചെന്താമര എന്ന് ചെന്ത അദ്ദേഹത്തിന് പറ്റില്ല, ചെന്താമര അദ്ദേഹം പറയുന്ന എന്താന്ന് ഒരു വാക്കിൻ്റെ ഉച്ചാരണം ഉണ്ടല്ലോ, അത് അതുപോലെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. അപ്പോൾ അത് നമ്മൾ അതുപോലെ ഫോളോ ചെയ്ത്, ഞാൻ മിക്കവാറും എല്ലാ പാട്ടുകളും അത് വളരെ ശ്രദ്ധിച്ച് ഫോളോ ചെയ്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഇഷ്ടവുമാണ് അങ്ങനെ പാടുന്നത്. അപ്പോൾ അതുപോലെ രമേശ് നാരായണൻ സാറും പറയാറുണ്ട്, എടാ നിൻ്റെ ശബ്ദം ഉപയോഗിക്കൂ, പക്ഷേ നീ എൻ്റെ ശൈലി എടുത്ത് പാടൂ, അപ്പോൾ ആ പാട്ടിനൊരു വ്യത്യാസം കിട്ടും. ഔസേപ്പച്ച സാറ് പാടുന്നതും അതുപോലെ തന്നെ അതുപോലെ പാടാൻ ബുദ്ധിമുട്ടാണ്. ഔസേപ്പച്ച സാറിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, പല പാട്ടുകളിലും യേശുദാസ് സാറൊക്കെ പാടിയ പാട്ടുകളിലൊക്കെ തന്നെയും ഔസേപ്പച്ചൻ സാറിൻ്റെതായ ഒരു മധുരമുണ്ട് അതിനകത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ഷുഗർ കോട്ടിങ് പരിപാടിയുണ്ട് പാട്ടുകളിൽ. അത് നമ്മൾ പാടുമ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാനെപ്പോഴും അങ്ങനെ ശ്രമിക്കാറുണ്ട്. അത് അവർക്കും ഇഷ്ടമാണ്. ഒരു ഗായകൻ എപ്പോഴും അവരുടെ ശൈലിയോട് ചേർന്ന് നിന്ന് പാടുന്നതായിരിക്കും സംഗീത സംവിധായകർക്ക് പൊതുവേ ഇഷ്ടം. ആ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അക്സെപ്റ്റൻസ് പെട്ടെന്ന് കിട്ടുമല്ലേ? അതെ. പക്ഷെ ചില സംഗീത സംവിധായകർ ചിലപ്പോൾ ഇവരൊക്കെ തന്നെയും പറയാറുണ്ട്, ചിലപ്പോൾ അത് അങ്ങനെ അത്ര ഇതാക്കണ്ട, അത് നമ്മൾ പാടുന്ന സമയത്ത് അവർക്ക് അറിയാമല്ലോ ഇത് ഏത് അളവിൽ വേണമെന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ അത് ആദ്യം പിടികിട്ടില്ല ഏതളവിൽ വേണം. പക്ഷെ ഒരു സംഗീത സംവിധായകൻ്റെ കൂടെ കുറേ അധികം കാലം വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുറേ അധികം പാട്ട് 2-3 പാട്ടുകൾ പാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. പിന്നെ നമുക്ക് ആ ഒരു അതിൻ്റെ അളവ് മനസ്സിലാകുമ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് പോകാൻ പറ്റും. ഇപ്പോഴും മിമിക്രി കയ്യിലുള്ളതുകൊണ്ടായിരിക്കാം എവിടെ ചെന്നാലും ഒരു കൂട്ടം ആൾക്കാർ ചുറ്റും കാണും സുധീവേട്ടനെ കേൾക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയല്ലേ? നമ്മൾ പാട്ടിനപ്പുറത്തേക്ക്, നമ്മളൊരു പാട്ടുകാരനാണ്, പലരും പാട്ട് കേൾക്കാനൊക്കെ വരും, പക്ഷെ അതിനപ്പുറത്തേക്ക് സുധീവേട്ടൻ്റെ ചുറ്റും പാട്ടുകാർ തന്നെ വന്നിരിക്കുന്നത് ശരിക്കും ഈ കഥകൾ കേൾക്കാൻ വേണ്ടി. അത് പലപ്പോഴും നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഈ മൾട്ടി സിംഗേഴ്സ് വരുന്ന പരിപാടിക്ക് ഇത് സംഭവിക്കുന്നത് കൂടുതൽ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള പ്രോഗ്രാം. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ. സ്റ്റേജിൽ ഞാൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ
കുറച്ചുകൂടെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലേ സംസാരിച്ച് കൂടുതൽ ആർട്ടിസ്റ്റുകളോടൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് പെരുമാറുന്ന ഒരു രീതി വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അതിനു മുമ്പൊക്കെ ഞാൻ വളരെ എന്താ പറഞ്ഞ ഒരു ക്രൂരമായ മുഖഭാവത്തോടുകൂടി സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറുന്ന ക്രൂരത കൊണ്ടല്ല, എൻ്റെ ടെൻഷൻ എനിക്കേ അറിയുള്ളൂ. അപ്പം അതിന് മുമ്പ് കുറച്ചുകൂടെ ഈ ഒരു ഓരോ സ്ഥലത്തും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോഴും ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള ഭാവം, ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്ക് സ്റ്റേജിലാണെങ്കിലോ പ്രോഗ്രാമിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിൽ ഭയങ്കര ചിരിയും അലമ്പോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ തന്നെ പറയും, അല്ലെ എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ളവരൊക്കെ പറയും, എന്തിനാണ് ഈ സ്റ്റേജിൽ മാത്രം ഇത്ര സീരിയസ് ആവുന്നത്? പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉള്ള ഒരാളെ സ്റ്റേജിലും കിട്ടണം. അതുപോലെ ചാനൽസിൽ പലപ്പോഴും ബിഹേവ് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് പലരും പറയാറ്, നിങ്ങൾ ചുമ്മാ ഇരുന്ന് പറയുന്നത് പോലെ അല്ലല്ലോ ചാനലിൽ നിങ്ങൾ ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുന്നു. പിന്നെ ഞാനത് മാറ്റി. ഇപ്പം ഞാൻ വളരെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ചാനലിലാണെങ്കിലും എവിടെയാണെങ്കിലും സംസാരിക്കുന്നതും പെരുമാറുന്നതും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടം ചിരിക്കാനും സന്തോഷിക്കാനുമാണ് എവിടെ പോയാലും, സ്റ്റേജിലാണെങ്കിലും അതെ, അല്ലാതിരിക്കുമ്പോഴാണെങ്കിലും. അപ്പം നമുക്ക് ബാക്ക് സ്റ്റേജിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന് മുമ്പൊക്കെ നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള മ്യൂസിക്കലായ തമാശകൾ സംഭവിക്കും. പ്രോഗ്രാം കഴിഞ്ഞിട്ടാവും പിന്നെ എല്ലാത്തരം തമാശകളും ആവും. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ലേറ്റ് നൈറ്റ് ഒക്കെ ഇരിക്കും. ചിത്ര ചേച്ചിയൊക്കെ 2 മണി 2:30 വരെയൊക്കെ നമ്മളൊന്നിച്ച് തമാശ പറഞ്ഞിരുന്നിട്ട് രാത്രി കിടക്കാൻ പോകുമ്പോൾ ചേച്ചി ചോദിക്കും, രാവിലെ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നത്, അപ്പോൾ എന്നെ കൂടെ വിളിക്കണേന്ന്. അപ്പോൾ ആ സമയത്തും പിന്നെയും കോമഡി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മളുടെ പാട്ടുകാരുടെ കൂട്ടത്തിലും ഓർക്കസ്ട്രക്കാരുടെ കൂട്ടത്തിലും എല്ലാവരുമായിട്ടും ഞാൻ പൊതുവെ അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ, നമ്മളെ പ്രവൃത്തികളിലൂടെ മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് മ്യൂസിക്കിലൂടെ ആണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലൂടെ ആണെങ്കിലും നമ്മുടെ വാക്കുകളിലൂടെ ആണെങ്കിലും എന്താണെങ്കിലും അതല്ലേ നല്ലത്. ഈ അടുത്താണ് സ്റ്റേജിൽ പാടിയതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാവുന്നത്. അപ്പോൾ അന്ന് സംസാരിച്ചതിൽ പലർക്കും ഈ മൈനസ് ട്രാക്ക്, പ്ലസ് ട്രാക്ക് എന്നൊക്കെ പറയുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ധാരണയില്ലാതെയാണ് കമന്റ് ബോക്സ് മുഴുവനും നിറഞ്ഞിട്ടുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ശരിക്കും മനസ്സിലാവാതെ, യുവമാർക്കൊക്കെ പൈസ കൊടുക്കുന്നത് ചുമ്മയാണ്, ഉമാർ കൊണ്ടുവന്നിട്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്ന, ചുണ്ടനൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും ആ വിവാദം വരുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. എന്താണ് മൈനസ് ട്രാക്ക് എന്നും എന്താണ് പ്ലസ് എന്നും ഒക്കെ പറ്റിയിട്ടുള്ള ധാരണയില്ലായ്മ കമന്റ് ബോക്സിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ എന്നെ വിളിച്ച ആളുകളോട് എൻ്റെ ആ ദിവസങ്ങളിൽ ഞാൻ സത്യത്തിൽ നല്ല തിരക്കായിരുന്നു. പല കാര്യങ്ങൾക്കായിട്ട് കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് 2-3 ദിവസം ഫുള്ള് ഫോൺ കോൾസ് ആണ്. ഇത് എന്താണ് സംഭവിച്ചത് ചോദിച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും നമ്മളോട് താല്പര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും പരിചയമില്ലാത്തവരും ഒക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരോടൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതല്ലാതെ ഞാൻ മീഡിയയിലൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. കാര്യം ഇത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം എന്താണ് സംഭവിച്ചത്, ഇല്ലേ? ഓർക്കസ്ട്ര വായിക്കുന്നവർക്കും മ്യൂസീഷ്യൻസിന്, ഞാൻ എല്ലാവർക്കും ഞാൻ പറഞ്ഞത്, മ്യൂസീഷ്യൻസിന് ഈ രംഗത്തുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചൊരു അജ്ഞതയുണ്ട്, സത്യമാണ്. ഈ ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ വള്ളിപ്പറമ്പിൽ ഗാനമേള കേൾക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിഞ്ഞുകൂടാ. അവർ പാട്ട് കേൾക്കാൻ വരുന്നു, നന്നായിട്ടിരിക്കണം, തെറ്റിപ്പോയാൽ തെറ്റി, അത്രേ ഉള്ളവർക്ക്. ഇത്തരം തെറ്റുകൾ കാലാകാലങ്ങളിലായിട്ട് എപ്പോഴും ലൈവ് പ്രോഗ്രാമിൽ പലപ്പോഴും സംഭവിക്കാവുന്നതാണ്, സംഭവിച്ചിട്ടുള്ളതാണ്.